എല്ലാവർക്കും നമ്മുടെ ചാനലിലെ IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിൽ വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് IVFൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. അതാണ് ഒവേരിയൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എഗ്സിനെ വെളിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫോളിക്കിളിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ വേഗം നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഒവേരിയൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് സ്ത്രീയുടെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസമോ രണ്ടാം ദിവസമോ ഡോക്ടർ നിങ്ങളെ ഹോസ്പിറ്റലിൽ വിളിപ്പിക്കും. ആ ഒരു ദിവസം നിങ്ങളുടെ ഇൻറ്റേർണൽ സോണോഗ്രഫിയും കുറച്ച് ബ്ലഡ് ടെസ്റ്റും ചെയ്തു നോക്കും. ഇൻറ്റേർണൽ സോണോഗ്രഫി മെയിനായിട്ട് 3 കാര്യങ്ങളെ നോക്കാനായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തേത് ഓവറിയുടെ അകത്തുള്ള ഫോളിക്കിൾസ് എളുപ്പം ഡെവലപ്പ് ആയില്ലല്ലോ എന്ന് നോക്കാനായിട്ട്. ആദ്യത്തെ സോണോഗ്രഫിയിൽ എല്ലാ ഫോളിക്കിൾസിൻ്റെയും സൈസ് 10 മില്ലിമീറ്ററിൽ കുറവായിരിക്കണം. അപ്പോഴേ നമുക്ക് IVF സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ഡോക്ടേഴ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ അകത്തെ ലെയർ തിൻ ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയം ലെയർ 6 മില്ലിമീറ്ററിൽ കുറവായിരിക്കണം. മൂന്നാമത്തെ കാര്യം ഡോക്ടേഴ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറിയിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ അതിനെയാണ് നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് AFC എന്ന് പറയുന്നത്. AFC കൗണ്ട് നോക്കിയാണ് എത്ര ഡോസിലാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സോണോഗ്രഫി കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കും. അതിനെ നമ്മൾ സീറം ഇസ്ട്രാഡിയോൾ എന്നും സീറം പ്രൊജസ്ട്രോൺ എന്നുമാണ് പറയുന്നത്. സീറം ഇസ്ട്രാഡിയോളും സീറം പ്രൊജസ്ട്രോണും രണ്ടിൻ്റെയും വാല്യൂ കുറവായിരിക്കണം. അപ്പോഴേ നമുക്ക് IVF സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈസ്ട്രോജൻ വാല്യൂ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് പറയുവാണെങ്കിൽ 50, പ്രൊജസ്ട്രോൺ വാല്യൂ 1 കുറവായിരിക്കണം. അപ്പോഴേ നമുക്ക് IVF സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം ഡേ 2-3 മണിക്കൂർ കഴിയുമ്പം റിപ്പോർട്ട്സ് കിട്ടും. റിപ്പോർട്ട്സ് കിട്ടിയതിന് ശേഷമാണ് ഇഞ്ചെക്ഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇഞ്ചെക്ഷൻസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഇഞ്ചെക്ഷൻസ് ആണ്. 90% ആളുകളിലും സാധാരണയായി റീകോമ്പിനന്റ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ റീകോമ്പിനന്റ് ഇഞ്ചെക്ഷൻസിന്റെ പ്യുവർ ഫോം ആണ്. അതിൽ ബാച്ച് ടു ബാച്ച് കൺസിസ്റ്റന്റ് റിസൾട്ട് ആണ് നമുക്ക് തരുന്നത്. ഇതിൽ വേരിയബിലിറ്റി കുറച്ച് കുറവായിരിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് പെയിൻലെസ് ആയിരിക്കും. കാരണം ഇത് പെൻ ത്രൂ ആണ് എടുക്കുന്നത്. പേഷ്യൻസിന് ഇത് തനിയെ വേണേലും എടുക്കാം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇത് പേഷ്യൻസിന് വേണ്ടി ഒരുപാട് പെയിൻലെസ്സും കൂടെ തന്നെ കംഫർട്ടബിളും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ റീകോമിനന്റ് ഇഞ്ചെക്ഷൻസ് ആണ് IVFൻ്റെ 90% കേസസിലും എടുക്കുന്നത്. ചില കേസിൽ നമ്മൾ ഇന്ത്യൻ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ HMG ഇഞ്ചെക്ഷൻസും എടുക്കാറുണ്ട്. പക്ഷേ ഇത് പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഫൈനാൻഷ്യൽ സ്ഥിതിയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് തീരുമാനിക്കുന്നത്. ഇഞ്ചെക്ഷൻസിൻ്റെ ഡോസ്, നിങ്ങളുടെ ഏജ്, AMH കൗണ്ട്, AFC കൗണ്ട് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് തീരുമാനിക്കുന്നത്. ഡോസ് 150 തൊട്ട് 450യുടെ ഇടയ്ക്കാകാം. ഈ ഇഞ്ചെക്ഷൻസ് എല്ലാ ദിവസവും ഒരേ സമയം എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിർബന്ധമാണ്. കുറച്ച് 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. പക്ഷേ എല്ലാ ദിവസവും ഒരേ സമയം ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. FSH ഇഞ്ചെക്ഷൻ്റെ ടൈം തീരുമാനിച്ച് അത് ഒരേ സമയം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ടോട്ടൽ ഇഞ്ചെക്ഷൻ്റെ ഡ്യൂറേഷൻസ് അത് ഓരോ പേഷ്യൻസിനും വ്യത്യാസം വന്നെന്ന് വരാം. പക്ഷേ ഒരു ആവറേജ് 9 തൊട്ട് 12 ദിവസം വരെ ഡെയിലി ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. 3 ദിവസം ഇഞ്ചെക്ഷൻസ് എടുത്തതിന് ശേഷം 4-ാം ദിവസം ഒരു സോണോഗ്രഫി ചെയ്ത് നോക്കും. ഈ ഒരു സോണോഗ്രഫിയിൽ ഫോളിക്കിളിൻ്റെ സൈസ് എത്രയാണെന്നും എത്ര ഫോളിക്കിൾസ് ഡെവലപ്പ് ആയെന്നും നോക്കും. ആദ്യത്തെ സോണോഗ്രഫിയിൽ ഫോളിക്കിളിൻ്റെ സൈസ് 8 തൊട്ട് 10 മില്ലിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ സൈസ് 8 തൊട്ട് 10 മില്ലിമീറ്റർ ആയി കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴും പിന്നെയും സോണോഗ്രഫി ചെയ്ത് നോക്കും. ഈ ഫോളിക്കിളിൻ്റെ സൈസ് 14 മില്ലിമീറ്റർ ആയി കഴിഞ്ഞാൽ ഒരു ഇഞ്ചെക്ഷൻ കൂടി എടുക്കും. അതാണ് ആൻറ്റഗണിസ്റ്റ് ഇഞ്ചെക്ഷൻ. ഈ
ആൻറ്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ നിങ്ങളുടെ IVF സൈക്കിളിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഇഞ്ചക്ഷനാണ്. ഇതിൻ്റെ ടൈമും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഞ്ചക്ഷനാണ് IVF സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷനാണ് ഫോളിക്കിളിനെ സമയം ആകുന്നതിന് മുമ്പ് റപ്ചർ ആകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആൻറ്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ പ്രോപ്പർലി എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ടൈമിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ചിലപ്പോഴൊക്കെ എല്ലാ ഫോളിക്കിൾസും റപ്ചർ ആകും, IVF സൈക്കിൾ മുഴുവൻ ക്യാൻസൽ ആകും. ആൻറ്റഗണിസ്റ്റ് ഇഞ്ചക്ഷൻ്റെ ടൈം നിങ്ങൾ എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആൻറ്റഗണിസ്റ്റ് ഇഞ്ചക്ഷനും FSH ഇഞ്ചക്ഷനും എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 4-ാം ദിവസവും 6-ാം ദിവസവും 8-ാം ദിവസവും സോണോഗ്രഫി ചെയ്യും. 10-ാം ദിവസമോ 11-ാം ദിവസമോ ഫോളിക്കിളിൻ്റെ സൈസ് 18 മില്ലിമീറ്ററിൻ്റെ അടുത്ത് എത്തിക്കാണും. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി പിന്നെയും ചെയ്ത് നോക്കും, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഈസ്ട്രോജൻ്റെ വാല്യൂ 150 തൊട്ട് 200 പൈക്കോഗ്രാം പെർ ഫോളിക്കിളാണ് വേണ്ടത്. പ്രൊജസ്ട്രോണിൻ്റെ വാല്യൂ 1.5 നാനോഗ്രാമിൽ കുറവായിരിക്കണം. ഈ വാല്യൂ നോക്കിയതിന് ശേഷമാണ് പിക്കപ്പ് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഫോളിക്കിൾസ് മെച്ചുർ ആണ്, അതിലുള്ള എഗ്സ് മെച്ചുർ ആയി കാണും. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അതിനെയാണ് ട്രിഗർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രിഗർ ഇഞ്ചക്ഷൻ മുഴുവൻ IVF സൈക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരുപാട് സ്ട്രെസ് ചെയ്ത് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എക്സാക്ട്ലി 35 മണിക്കൂർ കഴിഞ്ഞാണ് എഗ്സ് എടുക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷനിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നിങ്ങൾ പ്രോപ്പർലി അല്ല ഈ ഇഞ്ചക്ഷൻ എടുത്തതെങ്കിൽ ബോഡിയിൽ ഇതിൻ്റെ എഫക്റ്റ് വന്നില്ല എങ്കിൽ എഗ്സ് എടുക്കുമ്പോൾ എംപ്റ്റി ഫോളിക്കിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് പോലും വെളിയിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമും ഡോസും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റൽക്കാരും ശ്രമിക്കാറുണ്ട്. സാധാരണ റീകോമ്പിനൻ്റ് HCG ആണ് യൂസ് ചെയ്യുന്നത്. യൂറിനറി HCG ഉണ്ട്, അത് കുറച്ച് ചീപ്പാണ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓവിഡ്രിന് പകരം GnRH അഗോണിസ്റ്റ് ട്രിഗറും യൂസ് ചെയ്യാറുണ്ട്. അഗോണിസ്റ്റ് ട്രിഗർ കൊടുക്കുന്നതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം വരാതെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ GnRH അഗോണിസ്റ്റ് ട്രിഗർ ആണ് എടുത്തതെങ്കിൽ അതിൽ നമുക്ക് ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ കേസിൽ ഏത് ട്രിഗറാണ് എടുക്കുന്നതെന്ന്, ഒവിഡ്രൽ ആണോ GnRH ആണോ ഡ്യുവൽ ട്രിഗർ ആണോ, അത് ഡോക്ടർ നിങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. IVFൻ്റെ ഈ ഒരു സ്റ്റെപ്പ് പീരീഡ്സിൻ്റെ 2-ാം ദിവസം സ്റ്റാർട്ടായി പീരീഡ്സിൻ്റെ 10-ാം ദിവസമോ 12-ാം ദിവസമോ ഈ ഇഞ്ചക്ഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫോളിക്കിൾസ് മെച്ചുർ ആകും. എന്നിട്ട് ട്രിഗർ ഇഞ്ചക്ഷൻസ് എടുക്കും. ആ ദിവസമാണ് IVFൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റിമുലേഷൻ്റെ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിലെ സീരീസ് നമ്പർ 3 എഗ്ഗിനെ എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലുമായിട്ട് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.